ബ്രഹ്മജ്ഞാനാവലിമാല ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച ഈ പ്രകരണ ഗ്രന്ഥത്തിന് ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 11-ാം ശ്ലോകം, പേജ് 244, പ്രൗഢാനുഭൂതി പ്രകരണ പ്രകാശിക. എല്ലാ ജീവികളിലും അന്തര്യാമിയായി വർത്തിക്കുന്നത് അഖണ്ഡബോധരൂപിയായ ബ്രഹ്മം തന്നെ. 11-ാം ശ്ലോകം, അന്തര്യാമി സ്വരൂപോഹം കൂടസ്ഥഃ സർവഗോസ്മ്യഹം പരമാത്മസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. അഹം അന്തര്യാമി സ്വരൂപഃ. എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഉള്ളിൽ ഞാൻ ജീവനായി സ്ഥിതി ചെയ്യുന്നു. അഹം സർവഗഃ കൂടസ്ഥഃ അസ്മി. ഞാൻ എല്ലാവരിലും കൂടസ്ഥനായും സ്ഥിതി ചെയ്യുന്നു. അഹം പരമാത്മസ്വരൂപഃ. അതുപോലെ ഞാൻ സർവവ്യാപിയായി പരമാത്മാവായും വിളങ്ങുന്നു. അഹമേവ അഹം. ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. എല്ലാ പ്രപഞ്ച ഘടകങ്ങളുടെയും ഉള്ളിൽ ഞാൻ ജീവനായി സ്ഥിതി ചെയ്യുന്നു. ഞാൻ എല്ലാവരിലും കൂടസ്ഥനായും സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഞാൻ സർവവ്യാപിയായി പരമാത്മാവായും വിളങ്ങുന്നു. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. എന്തുകൊണ്ട്? സർവവ്യാപിയായി പരമാത്മാവായി വിളങ്ങുന്നവനായതുകൊണ്ട്. സർവവ്യാപിയായ ഒരു വസ്തുവുണ്ടെങ്കിൽ അതിനൊരിക്കലും ഒരഴിവ് ഉണ്ടാവുക സാധ്യമല്ല. അതെന്നും അതുതന്നെയായിരിക്കും. അതെന്തുകൊണ്ട്? അതല്ലാതെ മറ്റൊന്നില്ലാത്തതുകൊണ്ട്. ദേശകാല നിമിത്തങ്ങളാണല്ലോ പദാർത്ഥങ്ങൾക്ക് അഴിവ് വരുത്തുന്ന ഘടകങ്ങൾ. ദേശകാല നിമിത്തങ്ങളാണല്ലോ പദാർത്ഥങ്ങൾക്ക് അഴിവ് വരുത്തുന്ന ഘടകങ്ങൾ. സർവവ്യാപിയായ ഒരു വസ്തു ഉണ്ടെന്ന് വന്നാൽ പിന്നെ ദേശകാല നിമിത്തങ്ങൾ പോലും ആ വസ്തുവിലെ വെറും ഭ്രമാനുഭവങ്ങളാകാനേ പറ്റൂ. ഭ്രമങ്ങൾ വസ്തുവിനെ ഒരു തരത്തിലും കളങ്കപ്പെടുത്തുന്നില്ലെന്ന് നാം കണ്ടുവല്ലോ. ഈ പരമാത്മാവിനെയാണ് ഗീത 15-ാം അധ്യായത്തിൽ ഉത്തമ പുരുഷൻ എന്ന് പ്രകീർത്തിച്ചിരിക്കുന്നത്. ഉത്തമ പുരുഷനെ പരമാത്മാവെന്ന് വിളിക്കുന്നു എന്നാണ് ഗീതയുടെ പ്രഖ്യാപനം. മായാസൃഷ്ടങ്ങളായ ദേഹങ്ങൾ ആവിർഭവിക്കുന്നതോടെ പരമാത്മാവിൻ്റെ ഭാഗങ്ങൾ ആ ദേഹങ്ങളിൽ ഒതുങ്ങുന്നതുപോലെ തോന്നാനിടവരുന്നു. മായാസൃഷ്ടങ്ങളായ ദേഹങ്ങൾ ആവിർഭവിക്കുന്നതോടെ പരമാത്മാവിൻ്റെ ഭാഗങ്ങൾ ആ ദേഹങ്ങളിൽ ഒതുങ്ങുന്നതുപോലെ തോന്നാനിടവരുന്നു. കുടം, മഠം തുടങ്ങിയവ രൂപം കൊള്ളുമ്പോൾ മഹാകാശം അവയ്ക്കുള്ളിൽ ഒതുങ്ങിയതായി തോന്നാനിടവരുന്നതുപോലെ ഘടാകാശം, മഠാകാശം എന്നൊക്കെ അവയ്ക്ക് നാം പ്രത്യേകം പേരുകളും നൽകുന്നുണ്ട്. വാസ്തവത്തിൽ മഹാകാശവുമായി അവയ്ക്ക് ഭേദമൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതുപോലെ ദേഹങ്ങളിൽ ഒതുങ്ങിയതായി തോന്നുന്ന പരമാത്മ അംശമാണ് കൂടസ്ഥൻ. ഈ കൂടസ്ഥനെ ഗീത 15-ാം അധ്യായത്തിൽ അക്ഷരപുരുഷൻ എന്ന് വിളിച്ചിരിക്കുന്നു. ദേഹങ്ങളിൽ നാശമില്ലാതെ സ്ഥിതി ചെയ്യുന്ന പരമാത്മ അംശം എന്നാണ് അക്ഷരപുരുഷ പദത്തിനർത്ഥം. അക്ഷരമെന്നാൽ നാശമില്ലാത്തത് എന്നർത്ഥം. കൂടസ്ഥൻ എന്നാൽ ഒരു വികാരവും സംഭവിക്കാത്തവൻ എന്നർത്ഥം. ഇനിയും ഈ കൂടസ്ഥൻ അന്തഃകരണത്തിൽ പ്രതിബിംബിക്കുന്നതാണ് ജീവാത്മാവ്. സൂര്യൻ ജലപാത്രങ്ങളിൽ പ്രതിബിംബിക്കുന്നത് പോലെ എല്ലാവരിലും ഞാൻ ഞാൻ എന്നിങ്ങനെ പ്രകടമാകുന്നത് ഈ ജീവാത്മാവാണ്. ഗീത ജീവാത്മാവിനെ ക്ഷരപുരുഷൻ എന്ന് വിളിച്ചിരിക്കുന്നു. നാശമുള്ളവനാണ് ക്ഷരപുരുഷൻ. പ്രതിബിംബത്തിനാശ്രയമായ അന്തഃകരണം നശിക്കുന്നതോടെ ജീവനും നശിക്കുന്നു. അതുകൊണ്ട് ജീവൻ ക്ഷരപുരുഷനാണ്. ജലപാത്രങ്ങളിലെ ജലം പോയാൽ പ്രതിബിംബ സൂര്യൻ നശിക്കുന്നത് പോലെ ഇങ്ങനെ പരമാത്മാവിന് ഉപാധിഭേദമനുസരിച്ച് ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ എന്ന 3 ഭേദങ്ങൾ സംഭവിക്കുന്നതായി തോന്നുന്നു. വാസ്തവത്തിൽ ഭേദമൊന്നും സംഭവിക്കുന്നില്ലെന്ന് ആലോചിച്ചാൽ അറിയാം. ഇക്കാര്യമാണ് ശ്ലോകത്തിൽ ഞാൻ തന്നെയാണ് അന്തര്യാമിയായും കൂടസ്ഥനായും പരമാത്മാവായും വർത്തിക്കുന്നത് എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇക്കാര്യമൊക്കെ ബ്രഹ്മാനുഭവം ആഗ്രഹിക്കുന്നയാൾ മനനപൂർവം അനുസന്ധാനം ചെയ്യേണ്ടതാണ്. പരമകാരണമായ പരമാത്മാവിൻ്റെ
നിത്യമുക്ത ശുദ്ധ ബുദ്ധസ്വരൂപം ഇനിയും ആവർത്തിച്ചുറപ്പിക്കുന്നു. 12-ാം ശ്ലോകം. നിഷ്കലോഹം നിഷ്ക്രിയോഹം സർവാത്മാദ്യ സനാതനഃ അപരോക്ഷസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. അഹം നിഷ്കലഃ, ഞാൻ ഒരു കളങ്കവും പുരളാത്തവനാണ്. അഹം നിഷ്ക്രിയഃ, ഞാൻ ഒരു കർമ്മവും സ്പർശിക്കാത്തവനാണ്. സർവാത്മാ ആദ്യഃ സനാതനഃ, എല്ലാമായി കാണപ്പെടുന്നവനാണ്, ആദ്യമേയുള്ളവനാണ്, എന്നുമുള്ളവനാണ്. അഹം അപരോക്ഷസ്വരൂപഃ, ഞാൻ പ്രത്യക്ഷ അനുഭവസ്വരൂപനാണ്. അഹമേവ അഹം, ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ, ഞാൻ ഒരു അഴിവുമില്ലാത്തവനാണ്. ഞാൻ ഒരു കളങ്കവും പുരളാത്തവനാണ്. ഞാൻ ഒരു കർമ്മവും സ്പർശിക്കാത്തവനാണ്, എല്ലാമായി കാണുന്നവനാണ്, ആദ്യമേയുള്ളവനാണ്, എന്നുമുള്ളവനാണ്. ഞാൻ പ്രത്യക്ഷ അനുഭവ സ്വരൂപനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാനെന്നും ഞാൻ തന്നെ. എന്തുകൊണ്ട്? ഞാൻ പ്രത്യക്ഷ അനുഭവ സ്വരൂപനായതുകൊണ്ട്. ഞാനുണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ എല്ലാവരിലും പ്രത്യക്ഷമായി അനുഭവപ്പെടുന്ന സത്യമാണല്ലോ ബോധം. ഞാനുണ്ട് എന്ന ബോധാനുഭവത്തിന് ഒരിടത്തും മാറ്റമില്ല, അഴിവുമില്ല. ജീവികൾ മരിക്കുന്നതോടെ ബോധം ഇല്ലാതാകുന്നില്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. ജീവികൾ മരിക്കുന്നതോടെ ബോധമില്ലാതാകുന്നില്ലേ എന്ന് ചിലർ ചോദിച്ചേക്കാം. ഒരനുഭവവും ഇല്ലാത്തിടത്തെ കാര്യമല്ല നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരനുഭവവും ഇല്ലാത്തിടത്തെ കാര്യമല്ല നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അനുഭവിക്കുന്നിടത്തല്ലേ എന്തെങ്കിലും ഉള്ളതാവൂ. എന്തെങ്കിലും അനുഭവം ഉള്ളിടത്ത് ഞാനുണ്ട് എന്ന ബോധം മാറുന്നുണ്ടോ, ഇല്ലാതെ വരുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അനുഭവം ഉള്ളിടത്തൊക്കെ ഞാൻ എന്ന ബോധവും ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്നുമുള്ളവനാണ്. മാത്രമല്ല, ഏതനുഭവത്തിൻ്റെയും ആരംഭം ബോധമാണ്. ബോധത്തിലല്ലാതെ ഒരനുഭവവും ആരംഭിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഉള്ളവനാണ്. പ്രപഞ്ചം ഒരനുഭവമാണ്. അനുഭവമില്ലാത്തിടത്ത് പ്രപഞ്ചമില്ല. അനുഭവമോ ബോധത്തിൻ്റെ മാത്രം സ്വരൂപമാണ്. അതുകൊണ്ട് പ്രാണൻ, മനസ്സ്, ജഡം എന്നിങ്ങനെ സൂക്ഷ്മ സ്ഥൂല രൂപമായി കാണപ്പെടുന്നതെല്ലാം ബോധം തന്നെയാണ്. ബോധമില്ലയോ അവയൊന്നും തന്നെ പിന്നെയില്ല. ബോധത്തിൽ ആരംഭിക്കുന്ന കർമ്മചലനമാണ് പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ പര്യായമാണ് കർമ്മം. ഈ കർമ്മം ബോധത്തിൽ മായ ഉണ്ടാക്കി കാണിക്കുന്ന ഒരസത് ഭ്രമമാണ്. എങ്ങനെ അറിയാം? ബോധത്തിനു വേണമെങ്കിൽ പ്രാണചലനം വരെയുള്ള കർമ്മത്തെ ശമിപ്പിച്ച് പുറം തള്ളാൻ കഴിയും. അങ്ങനെ കർമ്മം ശമിച്ചാൽ ബോധം നിശ്ചലമായി ശുദ്ധാനന്ദമായി അവശേഷിക്കും. അങ്ങനെ അറിയാം. അപ്പോൾ രണ്ടുണ്ടെന്ന അനുഭവമില്ലാത്തതുകൊണ്ട് ബോധം യാതൊരു കളങ്കവും പുരളാത്ത സത്യമാണ്. ഇക്കാര്യമെല്ലാം ഒരു ബ്രഹ്മജിജ്ഞാസു നല്ലവണ്ണം മനനം ചെയ്ത് അനുസന്ധാനം ചെയ്യേണ്ടതാണ്. കർമ്മസ്പർശമില്ലാത്തതാണ് ശുദ്ധബോധമെങ്കിൽ ഈ നാനാത്വമൊക്കെ അതിൽ എങ്ങനെ പ്രകാശിക്കുന്നു? ഈ സംശയത്തിന് ഉത്തരമാണ് അടുത്ത പദ്യം. 13-ാം ശ്ലോകം. ദ്വന്ദ്വാദിസാക്ഷിരൂപോഹം അചലോഹം സനാതനഃ സർവസാക്ഷിസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. അഹം ദ്വന്ദ്വാദിസാക്ഷിരൂപഃ, ഞാൻ നാനാത്വത്തിന് സാക്ഷിരൂപൻ മാത്രമാണ്. അഹം സനാതനഃ അചലഃ, ഞാൻ എന്നും ഒരു മാറ്റവുമില്ലാതെ വർത്തിക്കുന്ന നിശ്ചല സത്യമാണ്. അഹം സർവസാക്ഷിസ്വരൂപഃ, ഞാൻ എല്ലാറ്റിനും സാക്ഷി മാത്രമായി നിൽക്കുന്നവനാണ്. അഹമേവ അഹം, ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ നാനാത്വത്തിന് സാക്ഷിരൂപൻ മാത്രമാണ്. ഞാൻ എന്നും ഒരു മാറ്റവുമില്ലാതെ വർത്തിക്കുന്ന നിശ്ചല സത്യമാണ്. ഞാൻ എല്ലാറ്റിനും സാക്ഷി മാത്രമായി നിൽക്കുന്നവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. എങ്ങനെ അറിയാം? ഞാൻ എല്ലാറ്റിനും സാക്ഷി മാത്രമായി നിൽക്കുന്നത് കൊണ്ട് അറിയാം.
അതെങ്ങനെ? ഏതനുഭവത്തെ പരിശോധിച്ചാലും അറിയാം. അനുഭവ സ്ഥലത്തൊക്കെ ഞാൻ ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു. മറ്റൊക്കെ സങ്കല്പങ്ങളിലൂടെ വന്നും പോയുമിരിക്കുന്നു. ബോധത്തിൻ്റെ ഈ സാക്ഷി നിലയെ നാടകവേദിയിലെ വിളക്കിനോടാണ് തത്വദർശികൾ ഉപമിക്കുന്നത്. ഒരു നാടകവേദിയിൽ അനേകതരം കാഴ്ചകളും വേഷങ്ങളും വന്നും പോയുമിരിക്കുന്നു. അവിടെ ഒരു മാറ്റവുമില്ലാതെ ജ്വലിച്ചു നിൽക്കുന്ന വിളക്ക് ഒരു മാറ്റവുമില്ലാതെ തൻ്റെ മുൻപിലെത്തുന്ന കാഴ്ചകളെയും വേഷങ്ങളെയും അതാതു രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു. ഗ്രാമമായാലും പട്ടണമായാലും മാളികയായാലും മരുഭൂമിയായാലും ആ രീതിയിൽ തന്നെ തെളിയുന്നു. രാജാവായാലും ഭിക്ഷക്കാരനായാലും സന്യാസിയായാലും കൊള്ളക്കാരനായാലും ആ രീതിയിൽ തെളിയുന്നു. എന്നാൽ ഒരു മാറ്റവുമില്ലാതെ തുടരുന്ന വിളക്കിനെ ഈ കാഴ്ചകളുടെ വേഷങ്ങളുടെയും ഗുണദോഷങ്ങളൊന്നും അല്പം പോലും സ്പർശിക്കുന്നേയില്ല. കാഴ്ചകളും വേഷങ്ങളും രംഗത്തുള്ളപ്പോൾ വിളക്ക് അവയുടെ ഗുണദോഷങ്ങളുമായി ബന്ധപ്പെടുന്നത് പോലെ തോന്നാം. എന്നാൽ കാഴ്ചകളും വേഷങ്ങളും രംഗത്തു നിന്നും അകലുന്നതോടെ വിളക്കിന് അവയുമായുള്ള ബന്ധം കൊണ്ട് ഒരു കളങ്കവും പറ്റിയിട്ടില്ലെന്ന് തെളിയും. എല്ലാം മാറിക്കഴിയുമ്പോൾ വിളക്ക് അതുമാത്രമായി ശുദ്ധമായി പ്രകാശിച്ചു നിൽക്കുകയും ചെയ്യും. അനുഭവസ്ഥലത്തൊക്കെ ഞാൻ എന്ന ബോധത്തിൻ്റെയും സ്ഥിതി ഇതാണ്. ഏതനുഭവ സ്ഥലത്തും ഞാൻ എന്ന ബോധം ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു. തൻ്റെ മുൻപിൽ വരുന്ന വികാരങ്ങളെയും കാഴ്ചകളെയും ഒക്കെ ബോധം പ്രകാശിപ്പിക്കുന്നു. കോപമായാലും താപമായാലും സൂര്യനായാലും പുൽക്കൊടിയായാലും സങ്കല്പത്തിലൂടെ തൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയൊക്കെ അതാത് രൂപത്തിൽ തന്നെ ബോധം പ്രകാശിപ്പിക്കുന്നു. എന്നാൽ ഈ വികാരങ്ങളുടെയും കാഴ്ചകളുടെയും ഗുണദോഷങ്ങളൊന്നും ബോധത്തെ അല്പം പോലും ബാധിക്കുന്നില്ല. വികാരങ്ങളും കാഴ്ചകളും പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഗുണദോഷങ്ങളുമായി ബോധം ബന്ധപ്പെടുന്നത് പോലെ തോന്നാം. എന്നാൽ സങ്കല്പങ്ങളകന്ന് വികാരങ്ങളും കാഴ്ചകളും അനുഭവത്തിൽ നിന്നും വിട്ടുമാറുന്നതോടെ അവയുടെ ബന്ധം കൊണ്ട് ബോധത്തിന് ഒരു കളങ്കവും പറ്റിയിട്ടില്ലെന്ന് തെളിയും. സങ്കല്പങ്ങളെ പുറന്തള്ളി വികാരങ്ങളെയും കാഴ്ചകളെയും ഒഴിച്ചു മാറ്റാമെങ്കിൽ നാടകരംഗത്തെ വിളക്കുപോലെ ഞാനെന്ന ബോധം ഏകമായി ആനന്ദസ്വരൂപമായി ജ്വലിച്ചു നിൽക്കുന്നത് ആർക്കും അനുഭവിക്കാൻ കഴിയും. ഇതാണ് ബോധത്തിൻ്റെ സർവസാക്ഷി സ്വരൂപമായ നില. ഞാനെന്ന ബോധത്തിൻ്റെ ഈ മാറ്റമില്ലാത്ത സ്ഥിതിയും സാക്ഷി നിലയും വീണ്ടും വീണ്ടും മനനം ചെയ്തുറപ്പിക്കാൻ വേണ്ടിയാണ് ശ്ലോകത്തിൽ ആവർത്തിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തിച്ചുള്ള മനന നിധിധ്യാസനങ്ങൾ കൊണ്ടേ ബോധസത്യം അനുഭവഗോചരമാവൂ. ബോധം ബോധം എന്നൊക്കെ എത്ര പറഞ്ഞാലും സാക്ഷാത്കാരത്തിലെ ഉജ്ജ്വലമായ അനുഭവസ്ഥിതി വ്യക്തമായി ഗ്രഹിക്കാൻ ഒരു ജിജ്ഞാസുവിന് പ്രയാസമാണ്. അതുകൊണ്ട് അനുഭവിക്കുന്ന ഗുരു ആ അനുഭവ സ്വരൂപം ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഇനിയും. 14-ാം ശ്ലോകം. പ്രജ്ഞാനഘന ഏവാഹം വിജ്ഞാനഘന ഏവ ച അകർത്താഹമഭോക്താഹം അഹമേവാഹമവ്യയഃ. അഹം പ്രജ്ഞാനഘനഃ, ഞാൻ കട്ടിപിടിച്ച നിശ്ചല ബോധമാണ്. വിജ്ഞാനഘനഃ ഏവ ച, കട്ടിപിടിച്ച അനുഭവവുമാണ് ഞാൻ. കട്ടിപിടിച്ച അനുഭവവുമാണ് ഞാൻ. അഹം അകർത്ത, ഞാൻ ഒരു കർമ്മത്തിൻ്റെയും കർത്താവല്ല. അഹം അഭോക്ത, ഞാൻ ഒരു കർമ്മത്തിൻ്റെയും ഭോക്താവുമല്ല, ഒരു കർമ്മഫലത്തിൻ്റെയും ഭോക്താവുമല്ല. അഹം ഏവ അഹം, ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ കട്ടിപിടിച്ച നിശ്ചല ബോധമാണ്. കട്ടിപിടിച്ച അനുഭവവുമാണ് ഞാൻ. ഞാൻ ഒരു കർമ്മത്തിൻ്റെയും കർത്താവല്ല. ഞാൻ ഒരു കർമ്മഫലത്തിൻ്റെയും ഭോക്താവുമല്ല. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ, ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെയാണ്. എങ്ങനെ അറിയാം? എനിക്ക് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ലാത്തത് കൊണ്ടറിയാം. ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല, ഒരു കർമ്മഫലവും അനുഭവിക്കുന്നുമില്ല. അതെങ്ങനെ അറിയാം? ഞാൻ സാക്ഷിയാണെന്നറിഞ്ഞ് സങ്കല്പങ്ങളെ ഒഴിച്ചുമാറ്റി സ്വരൂപം സാക്ഷാത്കരിക്കുമ്പോഴറിയാം. പരമകാരണവും ബോധസ്വരൂപവുമായ എന്നിൽ കർത്തൃത്വവും ഭോക്തൃത്വവും അവിദ്യ ആരോപിക്കുന്ന ഭ്രമങ്ങളാണ്. ഭ്രമം മാറിയാൽ വസ്തുസ്വരൂപം തെളിയും. അതിരിക്കട്ടെ,
വസ്തുസ്വരൂപം തെളിയുമ്പോൾ അതെങ്ങനെയിരിക്കും? പറയാം, കട്ടിപിടിച്ച അനുഭവമായിരിക്കും. ചിലർ കരുതും പോലെ അവ്യക്തമല്ല. സൂര്യതുല്യം തെളിയുന്ന വ്യക്തമായ കട്ടിപിടിച്ച ശുദ്ധമായ അനുഭവം, കട്ടിപിടിച്ച നിശ്ചലമായ അദ്വയമായ ബോധം, പ്രജ്ഞാനം, ബോധം, വിജ്ഞാനം, അനുഭവം. ഒരു ബ്രഹ്മജിജ്ഞാസു ഇക്കാര്യമൊക്കെ നല്ല പോലെ അനുസന്ധാനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. പരമകാരണമായ ബ്രഹ്മസത്യം മറ്റെല്ലാ ദൃശ്യഭ്രമങ്ങൾക്കും ആശ്രയമാണ്. എന്നാൽ പരമകാരണമായതുകൊണ്ട് തന്നെ ബോധം മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത സ്വതന്ത്ര സത്യമാണ്. 15-ാം ശ്ലോകം. നിരാധാരസ്വരൂപോഹം സർവാധാരോഹമേവ ച ആപ്തകാമസ്വരൂപോഹം അഹമേവാഹമവ്യയഃ. നിരാധാരസ്വരൂപഃ അഹം. മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രനായി നിലകൊള്ളുന്നവനാണ് ഞാൻ. അഹം സർവാധാരഃ ഏവ ച. എന്നാൽ ഞാൻ പലതായി കാണപ്പെടുന്ന ഭ്രമങ്ങൾക്കെല്ലാം ആശ്രയവുമാണ്. അഹം ആപ്തകാമസ്വരൂപഃ. ഞാൻ എല്ലാ കാമങ്ങളും നിറവേറി നിൽക്കുന്ന പൂർണ്ണകാമനാണ്. അഹമേവ അഹം. ഞാൻ എന്നും ഞാൻ തന്നെ. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. മറ്റൊന്നിനെയും ആശ്രയിക്കാതെ സ്വതന്ത്രനായി നിലകൊള്ളുന്നവനാണ് ഞാൻ. എന്നാൽ ഞാൻ പലതായി കാണപ്പെടുന്ന ഭ്രമങ്ങൾക്കെല്ലാം ആശ്രയവുമാണ്. ഞാൻ എല്ലാ കാമങ്ങളും നിറവേറി നിൽക്കുന്ന പൂർണ്ണകാമനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. അഹം അവ്യയഃ. ഞാൻ ഒരഴിവുമില്ലാത്തവനാണ്. ഞാൻ എന്നും ഞാൻ തന്നെ. എന്തുകൊണ്ട്? ഞാൻ എല്ലാ കാമങ്ങളും നിറവേറി പൂർണ്ണകാമനായി നിൽക്കുന്നതുകൊണ്ട്. പൂർണ്ണകാമനായതുകൊണ്ട് എനിക്കിനി ഒന്നും തള്ളിക്കളയാനോ സ്വീകരിക്കാനോ ഇല്ല. സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുമ്പോഴല്ലേ ഞാൻ അല്ലാതാകുന്നത്. എന്താണ് പൂർണ്ണകാമത്വം? ശുദ്ധാനന്ദ സ്വരൂപത്വം തന്നെയാണ് പൂർണ്ണകാമത്വം. ശുദ്ധമായ ആനന്ദാനുഭവത്തിൽ പിന്നെ മറ്റെന്തു കാമിക്കാനിരിക്കുന്നു? ആനന്ദത്തിന് വേണ്ടിയല്ലേ കാമം? ശുദ്ധബോധം പൂർണ്ണാനുഭവത്തിൽ ശുദ്ധാനന്ദമാണെന്ന് നാം കണ്ടുവല്ലോ. ശുദ്ധബോധം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ്. അതുകൊണ്ട് അത് സ്വതന്ത്രമായ സത്യമാണ്. മറ്റെല്ലാ കാഴ്ചകളും അതിൽ അവിദ്യ ആരോപിക്കുന്ന ഭ്രമങ്ങൾ. അതുകൊണ്ട് മറ്റെല്ലാത്തിനും അതാശ്രയമാണ്. ശുദ്ധബോധത്തിൻ്റെ സ്വതന്ത്രമായ ഈ ആപ്തകാമസ്ഥിതി ഒരു ജിജ്ഞാസു ആവർത്തിച്ച് മനനാനുസന്ധാനങ്ങളിൽ കൂടി ഉറപ്പിക്കേണ്ടതാണ്. അവിദ്യാരോപിതങ്ങളായ ജഡഭ്രമങ്ങളാണ് ബോധസത്യത്തിൽ ശോകമോഹാദി സകല കളങ്കങ്ങളും ഉണ്ടെന്ന് തോന്നിക്കുന്നത്. ശുദ്ധരൂപത്തിൽ ബോധം അതിനൊക്കെ അതീതമാണ്. 16-ാം ശ്ലോകം. താപത്രയ വിനിർമുക്തോ ദേഹത്രയ വിലക്ഷണഃ അവസ്ഥാത്രയ സാക്ഷ്യസ്മി ചാഹമേവാ. അവസ്ഥാത്രയ സാക്ഷ്യസ്മി ചാഹമേവാഹമവ്യയഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.